കൊല്ലം അഞ്ചൽ കോമളത്ത് ഓടിവന്ന ഓട്ടോയ്ക്ക് നേരെ കാട്ടുപന്നി പാഞ്ഞു കയറി. ഓട്ടോ മറിയുകയും ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അഞ്ചൽ സ്വദേശി അൻസറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിലെ അൻസറിന്റെ ഓട്ടോയ്ക്ക് നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. മറ്റൊരാൾ ഓട്ടം വിളിച്ചതനുസരിച്ച് പോകുന്ന വഴിയിലാണ് അപകടം നടന്നത്. അഞ്ചൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കാട്ടുപന്നിയുടെ ആക്രമണം പതിവാവുകയാണ്. പരിക്ക് വളരെ ഗുരുതരാവസ്ഥയിൽ ICUലാണ് പുള്ളി. സമൂഹവാസികളാണ് ഓടി വന്ന് രക്ഷപ്പെടുത്തുന്നത് തന്നെ. ആ സമയം ഓടി വന്ന പന്നി ഡ്രൈവറും വണ്ടിയും കൂടാണ് ഇടിച്ചു മറിച്ചിടുന്നത്. ആ ഡ്രൈവറിനെയും വണ്ടിയും കൂടെ ഇടിച്ചു മറിച്ചിട്ട് ഇവിടെ കിടക്കുന്ന സമയത്തും പന്നി പോകുന്നില്ല. പന്നി പാത നിന്നെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ആ പന്നി അവർ ഓടി വരുന്ന അവർ ലൈറ്റുമൊക്കെ ആയിട്ട് ഓടി വന്ന് കല്ല് പറക്കി എറിഞ്ഞതിന് ശേഷമാണ് പന്നി ഇവിടുന്ന് പോയത്. ഒരു ഒറ്റയാനായിരുന്നെന്നാണ് പറയുന്നത്. ആ അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ശല്യമുള്ള ഇതിനെ ഏത് രീതിയിലെങ്കിലും വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി കൊടുക്കണം എന്നാണ് എനിക്ക് ഫോറസ്റ്റുകാർക്ക് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ സന്ധ്യാസമയങ്ങളിൽ കുട്ടികൾ അടുത്തിവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ താഴ്വശത്ത് പഞ്ചായത്തിൻ്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അവിടെ എല്ലാം കാട് കയറി കിടക്കുവാണ്. ആ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് നിന്നാണ് ഈ പന്നി ഇറങ്ങി വരുന്നതെന്നാണ് പറയുന്നത് പരിസരവാസികൾ പറയുന്നത്. അതൊരു വലിയ ഒരു പ്രശ്നമായിരിക്കുകയാണ്. ഈ പരിസരവാസികളെല്ലാം പേടിച്ചിരിക്കുകയാണ്. കുട്ടികളും ഒരുപാട് കുഞ്ഞുങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഇത്. വീടും കുഞ്ഞുങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയയാണ്. ഈ ഏരിയയിൽ ആളുകൾക്ക് ജീവിക്കാനൊക്കാത്തൊരവസ്ഥയാണ്. സന്ധ്യ ആയപ്പോഴത്തേന് എല്ലാവരും വിളക്ക് വരെ കെടുത്തി ഓരോരുത്തരും വീടിനകത്ത് ഒരു കഥവടച്ചിരിക്കുന്ന. കുരുവിക്കോണത്തും ആർച്ചലിലും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അടുത്തിടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഇളമാട്, ചടയമംഗലം, ഇട്ടിവ, ഇടമുളയ്ക്കൽ, അഞ്ചൽ പഞ്ചായത്തുകളിലും കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. അഞ്ചൽ വഴിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഇവിടം വരെ വന്നപ്പോഴാണ് ഒരു പന്നി അവിടെ നിന്ന് ചാടിക്കൊണ്ടുവന്ന് ഓട്ടോ എടുത്തങ്ങ് മറിക്കുകയാണ് ചെയ്തത്. തല്ലിയും കിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടും അതിൻ്റെ അടിക്കായിപ്പോയി. പിന്നെ നാട്ടുകാർ വന്നാണ് ഇത് പൊക്കിയെടുത്ത് ഞങ്ങളെ മാറ്റുന്നത്. അവന് യാതൊരു ബോധവും ഇല്ലാതായിപ്പോയി. എനിക്ക് നടുവിന് ചെറിയ പ്രശ്നമുള്ളൂ. അവനാണെങ്കിൽ ICU കിടക്കുകയാണ്. കർഷകരുടെ വിളകൾ നശിപ്പിക്കുക വഴി വലിയ നഷ്ടമാണ് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അക്രമകാരികളായ കാട്ടുപന്നികളെ തുരത്തുവാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.